നിങ്ങളുടെ പ്രായമറിയാമെങ്കിലും ഒരാൾ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റുണ്ട്. ഇത് കേൾക്കുന്നതിന് മുമ്പ് ഒരു ദീർഘനിശ്വാസം എടുക്കുക. കാരണം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ഇതിനകം സുഖപ്പെട്ടുവെന്ന് കരുതിയ നിങ്ങളുടെ ഹൃദയത്തിന്റെ ചില ഭാഗങ്ങളെ നിശബ്ദമായി സ്പർശിച്ചേക്കാം. നിങ്ങളുടെ പ്രായമറിയുന്ന ഒരാളുണ്ട്, അതെ, ഒരു പ്രത്യേക വ്യക്തി. അവർക്ക് എണ്ണമറിയാം. നിങ്ങളുടെ പിന്നിലുള്ള വർഷങ്ങൾ അവർക്കറിയാം. അനുഭവങ്ങൾ, മുറിവുകൾ, ഇടവേളകൾ, പുനരാരംഭങ്ങൾ എന്നിവ അവർക്കറിയാം. എന്നിട്ടും അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ പ്രായം വകവയ്ക്കാതെ, പൂർണ്ണ അവബോധത്തോടെ. ഇത് ജിജ്ഞാസയല്ല, ഇത് സൗകര്യമല്ല, ഇത് ഏകാന്തതയല്ല, ഇത് വളരെ ആഴത്തിലുള്ള ഒന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നതിനു മുമ്പ് ഒരു ട്വിസ്റ്റുണ്ട്. മിക്ക ആളുകളും പ്രതീക്ഷിക്കാത്ത ഒരു സത്യം. കാര്യങ്ങളിപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു. നിങ്ങളുടെ പ്രായത്തേക്കാൾ കൂടുതൽ അവർ കാണുന്നു. മിക്ക ആളുകളും പ്രായം നോക്കുമ്പോൾ അവർ പരിമിതികൾ കാണുന്നു. അവർ സമയം കഴിഞ്ഞതായി കാണുന്നു. സമൂഹം നിശബ്ദമായി അടിച്ചേൽപ്പിക്കുന്ന പ്രതീക്ഷകൾ അവർ കാണുന്നു. എന്നാൽ ഈ വ്യക്തി അവരൊരു സംഖ്യ കാണുന്നില്ല, അവർ ആഴം കാണുന്നു. നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്നവർ കാണുന്നു. നിങ്ങളുടെ മൗനം എങ്ങനെയാണ് ജ്ഞാനം പകരുന്നത്. തിരക്കിന്റെ വില എന്താണെന്ന് നിങ്ങൾ പഠിച്ചതിനാൽ ഇനി വികാരങ്ങളെ എങ്ങനെ തിടുക്കപ്പെടുത്തരുത് എന്ന് ഒരിക്കൽ നിങ്ങളെ തകർക്കാൻ പോകുന്ന നിമിഷങ്ങളെ അതിജീവിച്ചതിൽ നിന്ന് നിങ്ങൾ കെട്ടിപ്പടുത്ത ശാന്തമായ ശക്തി അവർ കാണുന്നു. ഒന്നും തെളിയിക്കാതെ തന്നെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാൻ പഠിച്ചുവെന്ന് അവർ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രായം അവരോടൊരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ യഥാർത്ഥമാണ്, ആവേശഭരിതനല്ല, നടിക്കുന്നില്ല, മിഥ്യാധാരണകളെ പിന്തുടരുന്നില്ല. അത് അവിശ്വസനീയമാം വിധം ആകർഷകമാണ്. അവർ നിങ്ങളുടെ വൈകാരിക പക്വതയെ ഇഷ്ടപ്പെടുന്നു. ഈ വ്യക്തി നിങ്ങളിൽ അപൂർവമായി എന്തെങ്കിലും ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ഇനി ഉച്ചത്തിൽ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധ ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ പിന്തുടരുന്നില്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് വൈകാരിക അച്ചടക്കം നൽകിയിട്ടുണ്ട്. നിങ്ങൾ കളികൾ കളിക്കുന്നില്ല, നിങ്ങൾ കൃത്രിമം കാണിക്കുന്നില്ല. ആളുകൾ നിലനിൽക്കുമോ എന്ന് കാണാൻ നിങ്ങൾ അവരെ പരീക്ഷിക്കുന്നില്ല. ആഴമില്ലാത്ത ബന്ധങ്ങളാൽ വൈകാരികമായി തളർന്നുപോയ ഒരാൾക്ക് നിങ്ങൾക്ക് സമാധാനം തോന്നുന്നു. അതുകൊണ്ടാണ് അവർ സ്വയം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഭാഗം ഇതാണ്. അവർ നിങ്ങളെ ഭയപ്പെടുന്നില്ല, സ്നേഹത്തെയല്ല, സമയത്തെയാണ് ഭയപ്പെടുന്നത്. അവർ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ ഉച്ചത്തിൽ പറയാറില്ല, ഞാൻ വളരെ ആഴത്തിൽ വീണാലോ, ഇത് ഗുരുതരമായ ഒന്നായി മാറിയാലോ, സമൂഹം നമ്മെ വിധിച്ചാലോ, ഹൃദയം ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാവി വിന്യസിച്ചില്ലെങ്കിൽ. ഈ ഭയങ്ങളെ സത്യസന്ധമായി ചർച്ച ചെയ്യുന്നതിനു പകരം അവർ മടിക്കുന്നു. അവർ ചെറുതായി പിന്നോട്ടു പോകുന്നു. അവർ നിശബ്ദരാകുന്നു. അവർ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു. അവരുടെ വികാരങ്ങൾ അപ്രത്യക്ഷമായതുകൊണ്ടല്ല, മറിച്ച് അവ കൂടുതൽ ശക്തമായി തീർന്നതുകൊണ്ടാണ്. ഇവിടെയാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. മിക്ക ആളുകളും നിങ്ങളോടൊരിക്കലും പറയാത്ത സത്യമിതാണ്. ആരെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവരെപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഓടില്ല. ചിലപ്പോൾ അവർ വേഗത കുറയ്ക്കുന്നു, ചിന്തിക്കുന്നു, കണക്കുകൂട്ടുന്നു, തങ്ങളെയും നിങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നത് ആകസ്മികമല്ലെന്ന് ഈ വ്യക്തിക്കറിയാം. അത് ജീവിതത്തെ മാറ്റിമറിക്കും. അതവരെ ഭയപ്പെടുത്തുന്നു. കാരണം അവർ നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉപരിതല ബന്ധങ്ങളിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്നവർക്കറിയാം. നിങ്ങളുമായി കളിക്കാൻ അവർ നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നു. അതാണ് ട്വിസ്റ്റ്. നിങ്ങളെക്കുറിച്ച് അവർക്കുറപ്പില്ല. നിങ്ങൾ എന്ത് സ്നേഹിക്കണമെന്നവർക്കുറപ്പില്ല. നിങ്ങൾ പരീക്ഷിക്കാൻ പറ്റിയ ആളല്ലെന്നു അവർക്കറിയാം. നിങ്ങളൊരു ഘട്ടമല്ല, നിങ്ങളൊരു ശ്രദ്ധ തിരിക്കുന്നയാളല്ല. സത്യസന്ധത, സ്ഥിരത, പ്രതിബദ്ധത, വൈകാരിക സാന്നിധ്യം എന്നിവയാവശ്യമുള്ള ഒരാളാണ് നിങ്ങൾ. ഇതുപോലെയുള്ള ഒരാളെ ശരിയായി സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണോ? അവർ നിശബ്ദമായി സ്വയം ചോദിക്കുന്നു. എന്തുകൊണ്ട്? അവർ ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം. അവർ ആഴത്തിൽ കരുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. പക്ഷേ എല്ലായ്പ്പോഴും അത് തുറന്നു കാണിക്കുന്നില്ല. അവർ നിങ്ങളെ പരോക്ഷമായി പരിശോധിക്കുന്നു. മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്ന വിശദാംശങ്ങൾ അവർ ശ്രദ്ധിക്കുന്നു. സംഭാഷണങ്ങളിൽ അവർ നിങ്ങളുടെ അന്തസ്ത് സംരക്ഷിക്കുന്നു. അവരൊരിക്കലും നിങ്ങളുടെ പ്രായത്തെ അനാദരിക്കുന്നു, തമാശയ്ക്കുപോലും. എന്നിട്ടും പൂർണ്ണമായും മുന്നോട്ടു പോകാൻ അവർ മടിക്കുന്നു. കാരണം അവരുടെ ഹൃദയം ഇതിനകം ഉൾപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവരുടെ മനസ്സ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. അവരൊരു ഭാവി കാണുന്നു, അതെല്ലാം മാറ്റുന്നു. ഈ വ്യക്തി നിങ്ങളെ താൽക്കാലികമായി സങ്കൽപ്പിക്കുന്നില്ല. മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന സംഭാഷണങ്ങൾ അവർ സങ്കൽപ്പിക്കുന്നു. നിശബ്ദമായ ധാരണ, വൈകാരിക സുരക്ഷ, ഒരുമിച്ചു വളരുന്നത്, ഒന്നും തെളിയിക്കുന്നില്ല. നിങ്ങളുടെ പ്രായം അവരോട് പ്രധാനപ്പെട്ട എന്തോ പറയുന്നു. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അത് പ്രണയത്തെ ഗൗരവമാക്കുന്നു. അതുകൊണ്ടാണ് അവർ ശ്രദ്ധാപൂർവം നീങ്ങുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്വയം ചുരുങ്ങരുത്, അരക്ഷിതത്വം തോന്നരുത്, ഈ സ്നേഹം ദുർബലമാണെന്ന് കരുതരുത്. അങ്ങനെയല്ല, ഇത് ചിന്തനപൂർണമാണ്. അത് ജാഗ്രത പുലർത്തുന്നു, കാരണം അത് യഥാർത്ഥമാണ്. ഈ വ്യക്തി കാര്യമാക്കിയില്ലെങ്കിൽ അവർ തിരക്കുകൂട്ടും, ശൃംഗരിക്കും, കഴിക്കും, അപ്രത്യക്ഷമാകും. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അവർ ബോധവാന്മാരായി തുടർന്നു. അവർ ബഹുമാനത്തോടെ തുടർന്നു. ദൂരെ നിന്നും അവർ വൈകാരികമായി സന്നിഹിതരായിരുന്നു. അന്തിമ സത്യം,
ആരെങ്കിലും നിങ്ങളെ ശരിക്കും ആഴത്തിൽ സ്നേഹിക്കുന്നു. അവർക്ക് നിങ്ങളുടെ പ്രായമറിയാം. അവർ നിങ്ങളുടെ യാത്ര മനസ്സിലാക്കുന്നു. ട്വിസ്റ്റ്: അവർ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നില്ല. നിങ്ങളെ ശരിയായ രീതിയിൽ എങ്ങനെ സ്നേഹിക്കണമെന്ന് നിശ്ചയിക്കാൻ അവർ നിശ്ചലമായി നിൽക്കുന്നു. അതൊരു ബലഹീനതയല്ല, അർത്ഥവത്തായ ഒന്നിന്റെ നിശബ്ദ തുടക്കമാണ്. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞ തത്വങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ കാഴ്ചയെ മാറ്റുന്ന ഒരു വസ്തുതയും നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല.